ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ. മോർണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എണീറ്റു. സമയം 5:27 ആയിട്ടുണ്ട് കേട്ടോ. പിച്ചുമോള് നല്ല ഉറക്കമാണ്. പിന്നെ ഇത് വൃശ്ചിക മാസം 1-ാം തീയതി കൂടിയാണല്ലോ അല്ലേ. ഒരു പ്രാന്തം കോലായിരിക്കുമല്ലോ രാവിലെ എണീറ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ. ലൈറ്റ് ഇടുമ്പോൾ കണ്ണിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഹാളിലേക്ക് വന്നു. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അങ്ങനെ എന്നും ഞാനങ്ങനെ രാവിലെ എന്താ പറയുക, തല നനച്ച് കുളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മേല് കഴുകലുണ്ട് കേട്ടോ. ഫ്രഷാവും. തല അധികം ദിവസങ്ങളിൽ അങ്ങനെ നനയ്ക്കാറില്ല. രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും നനയ്ക്കുക. പക്ഷേ ഇന്ന് നമ്മൾ രാവിലെ നല്ല കുട്ടിയായിട്ട് തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് രാവിലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ചെറിയൊരു തണുപ്പുണ്ടോ എന്നൊരു തോന്നണേ. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല തണുപ്പാണ് കേട്ടോ. ബാൽക്കണീൻ്റെ അവിടെ നല്ലൊരു തണുപ്പാണ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ. അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ചു. ഇനി കുളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ദാ കുളിയൊക്കെ കഴിഞ്ഞു. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഒന്ന് സുന്ദരിയായിട്ട് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുക്കളയിലാണെങ്കിലും സുന്ദരിയായിട്ട് കയറണ്ടേ. പിന്നെ ഇപ്പോൾ നമുക്ക് രാവിലത്തേക്ക് ദോശയാണ്. കാരണം രാത്രി തലേദിവസം ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ രാവിലെ ഉണ്ടാക്കാൻ. പിന്നെ ചട്നി ഉണ്ടാക്കണം. ദോശയിലേക്ക് ചട്നിയാണ്. പിന്നെ ചോറ്, എന്തെങ്കിലുമൊക്കെ ഒരു കറി. അപ്പോൾ വാ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. ഞാൻ പിന്നെ അടുക്കളയിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന അവിടെ അല്ലാതെ അടുക്കളയിൽ ഞാനൊരു ചന്ദനത്തിരി കൊണ്ടുവന്ന് വെക്കലുണ്ട് കേട്ടോ. 10 രൂപേൻ്റെ ഒരു 10-20 ആ ഒരു ചന്ദനത്തിരി ഉണ്ടല്ലോ. അതെപ്പോഴും വിളക്ക് കത്തിക്കുന്നവിടെ ഞാൻ വേറെ സെപ്പറേറ്റ് വേറെ വാങ്ങും. അടുക്കളയിൽ എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ രാവിലെ എണീറ്റ് വന്ന് അടുക്കളയിൽ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുന്നത്, അതിൻ്റെ ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കത്തിച്ച് വെക്കലുണ്ട് കേട്ടോ. ആദ്യം ജനൽ അങ്ങോട്ട് തുറന്നിടട്ടെ. പുറത്തങ്ങനെ വെളിച്ചം വെച്ചിട്ടില്ല കേട്ടോ. ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ്. പിന്നെ ഞാൻ ആ വെച്ചത് ജനലിൻ്റെ അവിടെ വെച്ചത് ഫോണാണ് കേട്ടോ. അതിൽ ഞാൻ എപ്പോഴൊന്നുമില്ല, ചില ദിവസങ്ങളിൽ രാവിലെ എന്തെങ്കിലും ഒരു ഭക്തിഗാനം ഇടും കേട്ടോ. ചില ദിവസങ്ങളിലാണ്, അല്ലെങ്കിൽ അതൊന്നും ചെയ്യൂല. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ചന്ദനത്തിരി ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും രാവിലെ ചന്ദനത്തിരി ഉണ്ടെങ്കിൽ രാവിലെ കത്തിച്ച് വയ്ക്കും. ഇത് ഞാനിവിടെ അടുക്കളയിൽ കത്തിക്കാനായിട്ട് അങ്ങനെ വാങ്ങി വയ്ക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലും അടുക്കളയിൽ കത്തിച്ച് വയ്ക്കും. അപ്പോൾ തുടക്കം തന്നെ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പരിപാടി, നമ്മൾ ചോറിനുള്ള വെള്ളം വയ്ക്കും. ഇത് പൂജിക്കൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇത് ഞാൻ വെറുതെ അങ്ങനെ എന്താ പറയുക, ചന്ദനത്തിരി ആകെ ആ ഒരു മുക്കിൽ മൂലയിലേക്ക് അതിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കത്തിച്ചിട്ടൊന്ന് ഇങ്ങനെ വീശി കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചോറിനുള്ള വെള്ളം വയ്ക്കാം. അപ്പോൾ അതവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാമല്ലോ. ചട്നിയാണ് ഉണ്ടാക്കണത്, എളുപ്പം നോക്കിയിട്ടാണ് കേട്ടോ. ചില ദിവസങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ, സമയം ഉണ്ടെങ്കിൽ ഈ രാവിലെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ വെച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ. അപ്പോൾ അത് രാവിലെ അടുക്കള വാതിൽ തുറന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വെളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ഓൺ വോയിസ് ഇടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പാട്ടവിടെ തുറന്നു വെച്ചുകൊണ്ടേ അതൊരു കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ രാവിലത്തെ ഒരു ചെറിയ പ്രകൃതിയുടെ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, കിളികളെയും ഒക്കെ ഉള്ളൊരു സൗണ്ട്, അതൊരു പോസിറ്റീവ് വൈബാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശമാവ് ഞാൻ ഇങ്ങനെ അടച്ച് വെക്കണോണ്ട് തന്നെ പുറത്തേക്ക് വല്ലാതെ പോകലില്ല. അല്ലാത്തത് വേറെ ഏത് പാത്രത്തിൽ വെച്ചാലും രാവിലെ നോക്കുമ്പോൾ എല്ലാം പൊങ്ങി പോയിട്ടുണ്ടാവും. അധികവും ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ അടപ്പ് വെച്ചിട്ട് അങ്ങോട്ട് മുറുക്കി വെച്ചതുകൊണ്ട് പുറത്തേക്ക് വല്ലാതെ പോയിട്ടില്ല. അപ്പം മാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ട്, ഇത് നമ്മൾ ഒരു ദിവസത്തേക്കല്ല കേട്ടോ, 2 ദിവസമൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെ ദോശമാവ് ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ദോശ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അധികവും ദോശയ്ക്കൊക്കെ മാവ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ അങ്ങനെ അരച്ച് വെക്കുകയാണ് ചെയ്യണം കേട്ടോ. ചിലർ ചോദിക്കും ഉപ്പിട്ട് കഴിഞ്ഞാൽ പുളിക്കൂലേ. ഞാനിവിടെ ദോശമാവ് കൂട്ടി വെച്ചാൽ പുളിപ്പിൻ്റെ സംഭവം അങ്ങനെ ഉണ്ടാവില്ല. എന്താണെന്നറിയില്ല കേട്ടോ. അങ്ങനെ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അടുത്ത് മാറ്റി വെച്ചു. ഇനി ചട്നിക്കുള്ള തേങ്ങ അരക്കുകയാണ് കേട്ടോ. ചട്നീനോട് വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമല്ല. സാമ്പാറാണ് എപ്പോഴും, ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അതിലേക്ക് എപ്പോഴും സാമ്പാറാണ് ഇഷ്ടം. സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കുറച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് എനിക്ക് വറവിട്ടെടുക്കാം അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളകാണ് ഞാൻ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇടുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയുള്ളിയും കൂടെ ചേർക്കും, അരയ്ക്കുക. ചിലപ്പോൾ നമ്മൾ കടുവൊക്കെ വറുത്തിട്ട് അതിലേക്ക് തേങ്ങ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെയും ചട്നി ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ തേങ്ങ അരച്ചതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചൂടാക്കാതെ, അതായത് അതിൻ്റെ മുകളിലേക്ക് വറവിട്ടത് അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ വെക്കും. അങ്ങനെ ചെയ്യും. രണ്ട് തരത്തിലും ഉണ്ടാക്കും, പല തരത്തിലും ആളുകൾ ഉണ്ടാക്കുമല്ലോ അല്ലേ. പൊട്ടുകടല ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കുമല്ലോ. ഇപ്പം ഞാൻ കടുക് പൊട്ടിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ട് മോപ്പിച്ചിട്ട് നമ്മുടെ ചട്നീൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇഞ്ചി ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് അരയ്ക്കുന്ന സമയത്ത് ചെറിയൊരു ഇഞ്ചിയുടെ ചെറിയൊരു പീസും കൂടെ ഇടലുണ്ട്. ഓരോ സമയത്ത് ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കല്. അപ്പോൾ ചട്നി സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അരി ഒന്ന് ഞാൻ സാധാരണ പച്ചവെള്ളത്തിൽ കഴുകും. എന്നിട്ട് പിന്നെ അരി ഇടുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം കൊടുത്തിട്ട് കഴുകിയിട്ടിടും. അരി ഇട്ടിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മോർണിംഗിൽ ഇതൊക്കെ തന്നെയുള്ളൂ. പ്രത്യേകിച്ചൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇന്ന് മക്കൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങും സവോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു വരട്ട് പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കും, എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും, ഒരു പട്ടേൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കും. അതിലേക്ക് സവോളയും കിഴങ്ങും അരിഞ്ഞ് ഇട്ടിട്ട് വഴറ്റും. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. ചിലപ്പോൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കും. പിന്നെ നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ടിട്ട് അടച്ചു വയ്ക്കും കേട്ടോ. വെള്ളം ചേർക്കില്ല, അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ വരട്ടിയെടുക്കും. അപ്പോൾ അത് അവിടെ അങ്ങനെ ചെറിയ തീയിൽ അവിടെ കിടന്ന് ആയോണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു മസാല കൂട്ട് പോലെ അങ്ങനെ ഒരു ഫ്രൈ പോലെ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ. അപ്പോൾ അതാണ് കൊടുത്തു വിടുക. കൂടെ ഒരു അച്ചാറിൻ്റെ എന്തെങ്കിലും വെക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് അച്ചാർ വാങ്ങിയിരുന്നു. അച്ചാറിനുള്ള സാധനം വാങ്ങിയിട്ട്, അച്ചാറൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കില്ല, കാരണം കുറച്ച് 100 ഗ്രാമിനൊക്കെ തന്നെ നല്ല വില കൊടുക്കണം. അപ്പം ഞാൻ ഒന്നാമത് സമയമില്ല. ഇത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അടുക്കള ആവശ്യത്തിന് കുടിക്കാനൊക്കെ വെള്ളം വാങ്ങിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ്. അപ്പോൾ 2 ക്യാനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 ക്യാനിലും തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാലൻസ് ഉണ്ടായിരുന്ന വെള്ളം ഞാൻ ജഗ്ഗിലേക്കും ആ ഒരു കളത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ക്യാന് പുറത്തേക്ക് എടുത്ത് വെക്കും. അവർ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടില്ലെങ്കിലും നമ്മളെ വിളിക്കുക ആ സമയത്ത്. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അവർ പുറത്തേക്ക് നമ്മളവിടെ ഇങ്ങനെ ക്യാന് പുറത്തേക്ക് വെച്ചിട്ട് ഞാൻ പോവലാണ്. ചിലപ്പോൾ ഞാൻ റീഡിങ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് അവരെത്തുക കേട്ടോ. അങ്ങനെ അപ്പോൾ ഏതായാലും നമ്മളെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ദോശയും ചട്നിയും റെഡിയായി, പിന്നെ ചോറും ആ ഒരു കിഴങ്ങ് മസാലക്കൂട്ടും റെഡിയായി. ഇനിയിപ്പോൾ മക്കൾക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കുകയാണ്. കൂടെ ഒരു അച്ചാറും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ റീഡിങ്ങിന് പോകാനുണ്ട്, ഇന്ന് വർക്കുള്ളത് കൊണ്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആക്കുകയാണ്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര വെയിൽ, 10 മണി കഴിഞ്ഞാൽ വെയിലായി തുടങ്ങി. അപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടതാണ്. നമ്മളെ കാർക്കൂന്തലാണ്ട് കെട്ടി വെച്ചതാണല്ലോ, കുറേ സമയമായല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചു. ഒന്നിനി ചായ കുടിക്കണം, അതിനൊക്കെയുള്ള പരിപാടിയാണ്. ഒരു കോട്ടൻ്റെ ക്ലോത്ത് അവിടെ കെട്ടിയാണ് വെച്ച് കഴിഞ്ഞാൽ കുറേ വെള്ളം അതിലാവുകയും ചെയ്യും, മുടി അങ്ങോട്ട് അടുക്കളയിലേക്ക് ചാടുമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ചായ കുടിക്കാം. ഇവിടെ ഇങ്ങനെ നിന്നാൽ സത്യത്തിൽ അങ്ങനെ നിന്ന് കേട്ടോ, കാരണം ചെറിയൊരു തണുത്ത കാറ്റാണ്. അപ്പോൾ അതിനുള്ള സമയം നമുക്കില്ല. ഇനിയിപ്പോൾ ചായ കുടിക്കണം, ഒരുങ്ങണം, പോകണം. നേരത്തെ ഞാനിപ്പോൾ നേരത്തെ ഇറങ്ങാം, ഇത്രയും സമയത്ത് ഇറങ്ങണ്ട, 10 മണിക്ക് ശേഷം ഇറങ്ങിയാലൊക്കെ മതി. പക്ഷെ എന്താ വെച്ചാൽ വെയിലായതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. പെട്ടെന്ന് കൊടുത്താൽ നമുക്കത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. ഏകദേശം നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കൾക്ക് ചോറാണ്, നമ്മൾ ആവി പോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ. ഓക്കെ ഗൈസ്, ഞാൻ ചായ കുടിക്കട്ടെ. എൻ്റെ കപ്പ് ചായ കട്ടൻ ചായയാണ് കേട്ടോ. രാവിലെ കട്ടൻ ചായ കുടിച്ചാൽ ഭയങ്കര പോസിറ്റീവാണ്. മധുരം കുറവാണ്, കുഴപ്പമില്ല.
ഇത് മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി എന്താണ്, ഇനി ആ വർക്കിന് ഇറങ്ങുമ്പോൾ അതും കൂടെ കാണിച്ചു തരാം. വേണമെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എന്തെങ്കിലും അത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ് വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് നാളായി മോർണിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ മോർണിംഗ് ഇനി നല്ല കുട്ടിയായിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ രാവിലത്തെ മോർണിംഗ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴാണ് സമയം കിട്ടാതെന്നൊക്കെ ഭ്രാന്ത് വരും, ദേഷ്യം വരും. അപ്പോൾ ഞാൻ ചെയ്യൂല. നമ്മളെന്താ വീഡിയോ ചെയ്യാമെന്ന കുറച്ച് സമയം പോവും. നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഓക്കെ, കുഴപ്പമില്ല, ചെയ്യാം. രാവിലത്തെ ഈ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ചായ കുടിക്കട്ടെ. കണ്ടോ, നമ്മുടെ ദോശയും ചട്നിയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു, പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. പോണത് എന്താ പറയുക, റീഡിങ്ങിൻ്റെത് ചിലപ്പോഴേ ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. പറ്റിയാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ വിട്ടുപോകും. കാരണം നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോസ് എടുക്കാൻ അങ്ങനെ ഒരു മറന്നും പോകും കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ റീഡിങ് കഴിഞ്ഞിട്ട് കുറച്ച് വീടുകൾ തന്നെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിലും പോകണം. ഓഫീസിൽ റീഡിങ് ഷീറ്റ് കൊടുത്തിട്ട് ഓഫീസിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ് ഈ കാണിക്കണേ. റീഡിങ് ഷീറ്റ് കൊടുത്തു. ഇനി ഞാൻ തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു എന്താ പറയുക, ഉച്ചയായിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ. വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി, അതുപോലെ തന്നെ മക്കൾക്ക് വൈകുന്നേരത്ത് കഴിക്കാനുള്ള ബ്രെഡും ബന്നും അങ്ങനത്തെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയപ്പോൾ ക്യാൻ പുറത്തേക്ക് വെച്ചായിരുന്നല്ലോ, അപ്പോൾ ഒരു വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കോൾ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇത് നമ്മൾ അകത്തിടുന്ന ചെരുപ്പാണ് കേട്ടോ, പുറത്ത് ഉപയോഗിക്കാനുള്ള അകത്തിടുന്നതാണ്. ഇനി ഇതൊക്കെ പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കണം. ഞാനിവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ആളുകൾ വിളിച്ചത് കേട്ടോ. വന്നില്ലെങ്കിൽ എന്നെ കണ്ടില്ലെങ്കിൽ പുറത്ത് എത്രണ്ണമാണ് വെക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എത്രണ്ണം വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ അവരത് വെച്ചിട്ട് മുകളിൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് വെക്കേണ്ട, കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ പോയി. അപ്പോൾ ഇന്നും ഞാൻ എത്തിയപ്പോഴാണ് ഒരു വെള്ളമായിട്ട് എത്തിയത് കേട്ടോ. അപ്പോൾ വെള്ളം കിട്ടി. ഇന്ന് 2 എണ്ണേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും തന്നെയുള്ള ഇന്നത്തെ വീഡിയോ വിശേഷമാണ്. ഓക്കെ, ബൈ.